കൊച്ചി സ്മാർട്ട് സിറ്റിയിൽ കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഇരുമ്പ് ഫ്രെയിം തകർന്നു വീണ് 4 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. സാലി ചേരുന്നു. സാലി, എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ആശ്വാസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി ആരും അകത്തില്ല എന്നത് കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പരമാവധി പൈപ്പുകളെല്ലാം മാറ്റി രക്ഷാപ്രവർത്തകർ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ആരുമില്ല. 4 പേരാണ് ആകെ ഉണ്ടായിരുന്നത്. അത് 2 പേർ രണ്ടുപേരെ ആദ്യം തന്നെ ആശുപത്രി എത്തിച്ചിരുന്നു. അവർക്ക് കാര്യമായ പ്രശ്നങ്ങളില്ല. പിന്നീട് അടിയിൽ നിന്ന് എടുത്ത 2 പേരുടെ നില അല്പം ഗുരുതരമാണ്. അതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ് എന്ന് ഇപ്പോൾ പറയാൻ കഴിയും. അതാണ് സാഹചര്യം. അതായത് ഒരു 24 നിലയുള്ള ഒരു കെട്ടിടമാണത്. അത് ആ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാം പൂർത്തിയായിരിക്കുന്നതാണ്. ഒരു ടിൻ ടവറാണ്. 2 ടവറുകൾ അടുത്തടുത്ത് നിർമ്മിച്ചു വരുന്നതാണ്. ഒരു വലിയ സ്ഥാപനത്തിൻ്റെതാണ് കൊച്ചിയിലുള്ള. അപ്പൊ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള അവസാന മിനുക്കുപണികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ അവസാന മിനുക്കുപണികൾ നടക്കുന്നതിന്റെ ഭാഗമായി ഈ സ്റ്റാൻഡ് ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് വലിയ സ്റ്റാൻഡ് ഇതിന്റെ തട്ട് നിർമ്മിച്ചിരുന്നു. ആ തട്ടിൽ കയറി നിന്നാണ് സാധാരണ നമ്മൾ കാണുന്നത് പോലെ പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള അന്തിമ ജോലികളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിൽ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടെ ഈ തട്ട് ആകെ താഴേക്ക് പതിക്കുകയായിരുന്നു. അതിൽ 2 പേർ മുകളിൽ നിന്നും ജോലി ചെയ്യുന്നവരും 2 പേർ അതിനിടയിൽ താഴെ ഏതോ ഭാഗത്തായി ജോലി ചെയ്യുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതിനിടയിൽപ്പെട്ടാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഏറ്റവും ഒടുവിൽ എടുത്തിരിക്കുന്ന നമ്മൾ കാണിക്കുന്ന ദൃശ്യങ്ങളിലുള്ള ആളുടെ നില അതീവ ഗുരുതരമാണ് എന്നുള്ളതാണ് ഇപ്പൊ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നമ്മളോട് അല്പം മുമ്പ് പറഞ്ഞത്. അയാളുടെ നില അതീവ ഗുരുതരമാണ്. രക്ഷപ്പെടാൻ തന്നെ സാധ്യതയില്ലാത്തത്ര ഗുരുതരമാണ് എന്ന തരത്തിലൊക്കെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. മികച്ച ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇവരുടെ ആരോഗ്യനില സംബന്ധിച്ച് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും. 4 തൊഴിലാളികളാണ് സ്ഥലത്തുണ്ടായിരുന്നത്. സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. അത്തരത്തിൽ പുരോഗമിക്കുന്നതിനിടെയാണ് ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചത്. ഏതായാലും ഇനി ആരും ഇതിന് അടിയിലില്ല. കൂടുതൽ ആളുകൾ പെട്ടിട്ടില്ല. ഇനി രക്ഷാപ്രവർത്തനത്തിന്റെ പ്രശ്നവുമില്ല. ഏതായാലും അടിയിൽപ്പെട്ടവരെ എല്ലാവരെയും ആശുപത്രിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ ഫയർഫോഴ്സിനും അവിടുത്തെ മറ്റു തൊഴിലാളികൾക്കും എല്ലാം കൂടെ ശ്രമിച്ച് വിജയിച്ചിട്ടുണ്ട്. ഇനി ഇവരുടെ ആരോഗ്യനില ജീവൻ തിരിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇനിയുള്ളൊരു ഇത്. അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും കാക്കനാട്ടെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്കുമായി 4 പേരെ മാറ്റിയിട്ടുണ്ട്. അവരുടെ ചികിത്സയും മറ്റു കാര്യങ്ങളും പുരോഗമിക്കുന്നു. ഇനി ആശങ്കപ്പെടാനൊന്നുമില്ല, പ്രശ്നങ്ങളുമില്ല. സാലി, ദൃശ്യങ്ങൾ കാണുമ്പോൾ വലിയ തോതിൽ ആൾക്കാർ പണിയെടുക്കുന്ന ഒരു സ്ഥലമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ഈ പെയിൻറ്റിങ് ഉൾപ്പെടെയുള്ള ജോലികൾ നടക്കുന്നു. അതിനുപയോഗിച്ച ഇരുമ്പ് ഫ്രെയിമാണ് തകർന്നു വീണിരിക്കുന്നത്. ഇന്ന് ജോലിക്കാരുടെ എണ്ണം കുറവായിരുന്നോ, അതോ ഈ രാവിലെ ആയതുകൊണ്ട് ഇത് കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണോ? ഇത് നിരവധി പേർ തൊഴിലെടുത്തിരുന്നതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം. ഇതൊരു 24 നിലയുള്ള 2 കെട്ടിടങ്ങളാണ് അടുത്തടുത്ത് നിർമ്മിച്ചുകൊണ്ടിരുന്നത്. നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി. ഈ അടുത്ത ദിവസങ്ങളിൽ ഉദ്ഘാടനവും നിശ്ചയിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉദ്ഘാടന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ കേരളത്തിൽ ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു വലിയ ബഹിരാഷ്ട്ര സംവിധാനത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന ഒരു കെട്ടിടമാണിത്. ആ കെട്ടിടത്തിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. അതുകൊണ്ട് നിർമ്മാണം പൂർത്തിയായത് തന്നെയാണ് എന്ന് പറയാം. ഇനി അവസാന മിനുക്കുപണികളുടെ ഭാഗമായുള്ള ഈ മുൻവശത്ത് ഗ്ലാസുകളും ഒക്കെ സ്ഥാപിക്കുക, പെയിന്റിംഗ് ജോലികൾ പൂർത്തിയാക്കുക, അതിനൊക്കെ വേണ്ടി ഇട്ട തട്ടാണിത്. അങ്ങനെ വേണ്ടി നിർമ്മിച്ച താൽക്കാലിക ഇരുമ്പ് ഫ്രെയിമാണിത്. ആ ഇരുമ്പ് പൈപ്പുകൾ ബോൾട്ട് ചെയ്ത് ഉയരത്തിൽ നമ്മൾക്ക് സാധാരണ വലിയ ബഹുനില മന്ദിരങ്ങളുടെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുമ്പോൾ കാണുന്നതാണല്ലോ. അത്തരത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരു ഫ്രെയിം, ഇരുമ്പ് ഫ്രെയിം, അതിന്റെ ബേസ് തകർന്നുകൊണ്ട്, അടിത്തട്ട് തകർന്നുകൊണ്ട് താഴേക്ക് പതിക്കുകയായിരുന്നു എന്നാണ് കണ്ടു നിന്നവർ പറയുന്നത്. ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഫയർഫോഴ്സിലെ അഗ്നിശമന സേനയിലെ ഉദ്യോഗസ്ഥരും അത്തരത്തിൽ തന്നെയാണ് പറഞ്ഞത്. ഇതിന്റെ ബേസ് തകർന്നതാവാനാണ് സാധ്യത. മുകളിലേക്ക് തകരുകയല്ല, ഇത് അടി തകർന്നതോടുകൂടി എല്ലാം കൂടി താഴേക്ക് പതിച്ചു. 2-3 തൊഴിലാളികൾ ആ തട്ടിൽ വിവിധ ഇടങ്ങളിലായി നിന്ന് നിർമ്മാണ പ്രവർത്തികൾ മറ്റും നടത്തുന്നുണ്ടായിരുന്നു. അവരൊക്കെ അതിനൊപ്പം താഴേക്ക് വീണു. ഈ വലിയ ഇരുമ്പ് പൈപ്പുകളൊക്കെയാണ് ഇവരുടെ ശരീരത്തിൽ പതിച്ചത്. ഇവർ ഇടയ്ക്കപ്പെട്ടു. അങ്ങനെയാണ് ഇവർക്ക് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ 2 പേരും ഏറ്റവും താഴെ തട്ടിൽ ഉണ്ടായിരുന്നവരാണ്. മുകൾ നിലയിൽ ഉണ്ടായിരുന്നവർ ഈ ഫ്രെയിമിന്റെ ഒക്കെ കൂമ്പാരത്തിന് മുകളിലാണ് വന്ന് വീണത്. അതുകൊണ്ട് തന്നെ അവർക്ക് കാര്യമായ പരിക്കുകളില്ല.
അവരുടെ ആശങ്കാജനകമായ വിധം അവരുടെ രണ്ടുപേരുടെ കാര്യത്തിൽ പ്രശ്നങ്ങളില്ല, ഗുരുതരമൊന്നും അല്ല അവരുടെ പരിക്ക്. പക്ഷെ താഴെ ഉണ്ടായിരുന്ന രണ്ടുപേരുടെ നിലയാണ് ഗുരുതരം. അവസാന അല്പം മുമ്പ് മാത്രമാണ് ഏറ്റവും ഒടുവിലത്തെ ആളെ പുറത്തെത്തിക്കാനും ആശുപത്രിയിലേക്ക് മാറ്റാനും കഴിഞ്ഞത്. അയാളുടെ ജീവൻ തിരിച്ചു പിടിക്കാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് ഡോക്ടർമാർ എന്ന് നമുക്ക് ഇപ്പോൾ പറയാം. വളരെ മോശമാണ് അയാളുടെ സ്ഥിതി എന്നാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നവർ പറയുന്നത്. ഇത് സ്മാർട്ട് സിറ്റി സെക്കൻഡ് ഫേസിന്റെ ഭാഗമായി വലിയ തോതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ നടന്നു വരുന്നുണ്ട്. നിരവധി IT സ്ഥാപനങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികളാണ് ഇവിടെയൊക്കെ നടക്കുന്നത്. അതിലൊരു IT സ്ഥാപനത്തിന്റെ ട്വിൻ ടവറിന്റെ രണ്ടാമത്തെ ടവറിൽ 2 ടവറുകൾ അടുത്തടുത്ത് നിർമ്മിക്കുന്നു. 20-24 നിലകൾ ഒക്കെയുള്ള കെട്ടിടങ്ങളാണ്. അതിൽ രണ്ടാമത്തെ കെട്ടിടത്തിന്റെ നിർമ്മാണം അന്തിമ ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. 4 തൊഴിലാളികൾ സ്ഥലത്തുണ്ടായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് 2 പേരുടെ നില ഗുരുതരം, 2 പേരുടെ നില കുഴപ്പമില്ല. അവർ ചികിത്സ സാധാരണ ചികിത്സ കൊണ്ട് കുഴപ്പമില്ലാതെ സാധാരണ ജീവിതത്തിലേക്ക് വരാവുന്ന പരിക്കുകൾ മാത്രമേ അവർക്കുള്ളൂ. പക്ഷെ മറ്റു 2 പേരുടെ നില ഒരല്പം ഗുരുതരമാണ്. അതിൽ തന്നെ ഒരാളുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. താലി, ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ വലിയ തോതിലാണ് ഈ ഇരുമ്പ് കമ്പികൾ താഴേക്ക് പതിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അടിക്ക് കിടന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ കമ്പി ശരീരത്തിൽ തുളച്ചു കയറാനുള്ള സാധ്യത വളരെ വലുതാണ്. ആ രീതിയിൽ പരിക്ക് പറ്റിയ ആളായിരിക്കും ഒരുപക്ഷെ ഗുരുതരമായ അവസ്ഥയിൽ ആശുപത്രിയിലേക്ക് മാറ്റപ്പെട്ടിട്ടുള്ളത്. മറ്റുള്ളവർ 2 പേരും താരതമ്യേന സുരക്ഷിതരാണ്. തീർച്ചയായും മുകളിലുണ്ടായിരുന്ന 2 പേർ സുരക്ഷിതരാണ്. അവർക്ക് ആരോഗ്യനിലയിൽ വലിയ പ്രശ്നങ്ങളില്ല. ഷമി സൂചിപ്പിച്ചതുപോലെ അതിലൊരാളുടെ മുഖത്ത് ഇരുമ്പിന്റെ പൈപ്പ് കൊണ്ട് വലിയ ആഴത്തിലൊരു മുറിവുണ്ട്. ബാക്കി മുറിവുകളൊന്നും നമുക്ക് പുറത്ത് കാണാൻ കഴിയുന്നില്ല. ഇപ്പൊ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ആളുടെ നില മുഖത്ത് ആഴത്തിലൊരു പരിക്ക് കാണാൻ, രക്തം വാർന്നൊഴുകിയിട്ടുണ്ട്.